ഫ്രണ്ട്ഷിപ്പിന്റെ അവന്റെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഭവമാണ്. ഞങ്ങൾ കട്ട ഭയങ്കര. അവന്റെ പ്രശ്നം എന്താ അറിയോ, അവൻ എന്നെ ഇടിക്കാനൊക്കെ വന്നിട്ട് അപ്പൊ ഞാൻ തിരിച്ചു പറയും വാടാ വാടാ വാടാന്ന് പറയും. ഇത് കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് എന്താടാ നീ വാടാ. നിങ്ങൾ കാണുമ്പോഴൊന്നും ഒരാളല്ല. അപ്പൊ കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഈ മാറ്റം കൊണ്ടുവന്നത് എങ്ങനെയാ? ഈ മാറ്റം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഒരു സാധാരണക്കാരന് എനിക്ക് വലിയൊരു വാതിൽ തുറന്നു കിട്ടുകയാണ്. വലിയ വാതിൽ തുറന്നു കിട്ടുമ്പോ എന്റെ ഈ നല്ല സ്വഭാവം കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മുടെ സ്വഭാവത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ വരുത്തിക്കണം അവിടെ. അതായത് ഞാൻ ഇങ്ങനെ കളിച്ചിട്ട് എന്താ കാര്യം, ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ കളിച്ചിട്ട് നിങ്ങൾക്ക് കാരണമല്ല ആർക്കും ഇഷ്ടപ്പെടില്ല. ഞാൻ ജീവിതത്തില് എല്ലാവരും സോപ്പിട്ട് എല്ലാവരും ഇങ്ങനെ മസ്കൊക്കെ ഇട്ടിട്ട് ആരും വെറുപ്പിക്കാതെ ചേട്ടാ സുഖാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ ഒരു സ്വഭാവം എനിക്ക് അവിടെ ഇൻബിൽറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അതിന്റെ ഗെയിം അല്ലേ. നമ്മളൊരു ജോലിയിൽ ഇതാക്കുമ്പോ, നമ്മുടെ ജോലിയിൽ നമ്മള് കേറുമ്പോ നമ്മൾ ആ ജോലിക്ക് അനുസരിച്ചിട്ടാണല്ലോ. ഇപ്പൊ നമ്മൾ മെഡിക്കൽ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ചെന്നിട്ട് പച്ചക്കറി കൊണ്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ, മെഡിക്കലിന്റെ സാധനങ്ങളെ കൊണ്ടുകൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ തനിക്ക് ബിസിനസ് അല്ലേ ചെയ്യണം, തനിക്ക് പച്ചക്കറി കൊണ്ടുകൊടുത്തോടെന്ന് ചോദിച്ചാൽ അതല്ല. ഞാൻ ബിഗ് ബോസിൽ കയറുമ്പോ എന്റെ ഈ നല്ല സ്വഭാവം കൊണ്ട് പോയിട്ട് കാര്യമില്ല, ഞാൻ നല്ലവനായി ഉണ്ണിയായിട്ട് കാര്യമില്ല. അപ്പൊ എന്റെ അമ്മ പറയണു എനിക്ക് ഭയങ്കര വിഷമായി എന്ന് പറയണു. ഞാൻ ഭക്ഷണത്തിന്റെ കാര്യം ഭയങ്കര വിഷമം. അത് അത് അവരുടെ അമ്മയുടെ ഒരു കെയറിങ് ആണ്. പക്ഷെ അതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഞാൻ ഗെയിമൊക്കെ അവിടെ ഇട്ടിട്ട് പോകും. ഇനി ഞാനിപ്പോ എന്റെ ലൈഫില് ഞാൻ ബിസിയാണ്. ഇനി അടുത്ത നല്ല നല്ല കാര്യങ്ങൾ വരട്ടെ. ഈ അടുത്ത് വന്ന ജയിലിലെ ആ ഒരു പോർഷൻ വന്നപ്പോ ജിന്ദു ചേട്ടനായിട്ടുള്ള ഭയങ്കര കോമ്പിനേഷൻ ആയിരുന്നു. എല്ലാവരും ചിരി പടർത്തിയതായിരുന്നു. ഈ ചേട്ടൻ പോവാൻ നേരത്തും കരഞ്ഞിട്ടാണ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഭവമാണ്. ഞങ്ങൾ കട്ട ഭയങ്കര. അവന്റെ പ്രശ്നം എന്താ അറിയോ, അവൻ എന്നെ ഇടിക്കാനൊക്കെ വന്നിട്ട് അപ്പൊ ഞാൻ തിരിച്ചു പറയും വാടാ വാടാ വാടാന്ന് പറയും. ഇത് കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് എന്താടാ നീ വാടാ എന്താടാ. അവൻ അങ്ങനെയാണ്, അവൻ അത്രേ ഉള്ളൂ. അവൻ ഒരു പാവാണ്. അവന്റെ വായിൽ നിന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നതല്ല പുറത്തേക്ക് വരിക. അവൻ അത് ശുദ്ധനായിട്ടുള്ള ഒരാളാണ്. ഞാൻ കണ്ടുപിടിച്ച ബിഗ് ബോസിലെ ഏറ്റവും വലിയ സുഹൃത്താണ് എന്റെ ജിന്ദു. ഞാൻ അറിയണു, എന്റെ അമ്മയും ചേട്ടൻ വൈഫൊക്കെ പറയണു അവനെന്തോ ലാലേട്ടന്റെ അടുത്ത് മുട്ടുകൂട്ടി നിന്നിട്ട് എന്നെ തിരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ പറയണെന്ന് പറയണു, ഇവരൊക്കെ പറഞ്ഞതാണ്, ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അവന്റെ അടുത്ത് പോയിട്ടില്ല. പക്ഷെ അത് അവന്റെ മനസ്സിൽ നിന്ന് തോന്നിയതാണ്. അവനൊരു കാര്യം വരുമ്പോ ഞാനും അതെ, അവന് ചെറിയ ചെറിയ പാകപ്പിഴകൾ വരുമ്പോ ഞാൻ അവന് പാകപ്പിഴകൾ വന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ചെന്ന് പറയും അത് അങ്ങനെയല്ല കേട്ടോ, അവൻ പാവണം, എനിക്ക് വേണമെങ്കിൽ ഗെയിം കളിക്കാം. ഞാൻ എന്റെ എതിരെ നിൽക്കുന്ന ആളാ, 19 പേരില് ഒരുത്തനെ വെട്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ, അതൊരു ഗെയിമേ അല്ല. വീഴുന്നവനെ കുത്താൻ നമുക്ക് പറ്റും. അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് അവനെ കുത്താനുള്ള പ്രാപ്തനാക്കിക്കൊണ്ട് നേരിട്ട് വന്നിട്ട് കുത്ര എന്ന് പറയണം. അതാണ് എന്റെ സ്ട്രാറ്റജി. അപ്പോ അതിലാണ് ഞാൻ ഇതാക്കിയത്. അത് ഞാൻ എന്റേന്ന് പറ്റിയല്ലേ. കണ്ടില്ലേ അച്ഛൻ എങ്ങനെ ഇരിക്കണത് കൊണ്ട് കാര്യമില്ല, പുപ്പൂലിയാ. ഒന്നൊന്നര സിംഗാണ് ഇത്.